അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഹീറോ ഹോണ്ട CD ഡോണിൻ്റെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഈ CD ഡോണിൽ മാത്രമല്ല ഈ പഴയ കാർബറേറ്ററുള്ള വണ്ടികളിലെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയൊരു വീഡിയോ കേട്ടോ. ചെറിയൊരു ടിപ്പ് വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ കാർബറേറ്ററിൽ പെട്രോൾ അടിക്കുമ്പോൾ പെട്രോളിൽ നിന്ന് വന്ന വെള്ളവും അതുപോലുള്ള കരടും കരിയും കാര്യങ്ങളെല്ലാം ചിലപ്പോൾ വന്ന് ഈ കാർബറേറ്ററിൽ അടിഞ്ഞ് കാർബറേറ്റർ മിസ്സിങ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പഴയ വണ്ടികളിലൊക്കെ ഒരുപാട് ടാങ്കിൽ തുരുമ്പുണ്ടെങ്കിൽ അതൊക്കെ ഇറങ്ങി കാർബറേറ്ററിൽ വരും കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം ക്ലീൻ ചെയ്താലും പിന്നെ ഇതേപോലെ വന്ന് അടിഞ്ഞ് നമ്മുടെ വണ്ടി മിസ്സിങ് കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ അതിനുള്ള ചെറിയൊരു സൊല്യൂഷനായിട്ടാണ് കേട്ടോ നമ്മൾ വന്നേക്കണതെന്ന് വെച്ചാൽ ചെറിയൊരു പെട്രോൾ ഫിൽറ്ററാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യണമെന്നും അതിൻ്റെ ഗുണങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. എങ്കിൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗായ്സ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം. വെറും 20 രൂപ 21 രൂപ മാത്രമാണ് വില പറയണത്. ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് ഏതൊരു സ്പെയർ പാർട്സ് എടുത്ത് ചോദിച്ചാലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ഫിൽറ്റർ എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് ഒരു ഫിൽറ്ററും അതുപോലെ തന്നെ ഒരു മാഗ്നറ്റും ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെട്രോൾ ടാങ്കിൽ നിന്ന് കാർബറേറ്ററിലോട്ട് പോയേക്കണ ഓസ് നടുക്കിൽ നിന്ന് കട്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ സെൻട്രലായിട്ടാണ് നമ്മളിത് ഫിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മുടെ വാൽവിൽ നിന്ന് പോയേക്കണ ഓസ് നമുക്ക് വലിച്ചൂരെടുക്കണം. അപ്പോൾ പഴയ വണ്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ ഓസ് ചിലപ്പോൾ ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ഊരണ സമയത്ത് വളരെ ശ്രദ്ധിച്ച് അത്യാവശ്യം സമയവും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം മാത്രം ഊരിയാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇരട്ടി പണിയാവാനായിട്ട് ചാൻസ് ഉണ്ട്. കാർബറേറ്ററിൻ്റെ ഭാഗത്തായാലും അധികം ബലം പിടിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം. നമുക്കിപ്പോൾ ഈ പെട്രോൾ ഇപ്പോൾ ലീക്ക് ആവണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വാൽവ് കംപ്ലൈൻറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓസ് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കത്രികയൊക്കെ വെച്ച് കട്ട് ചെയ്യുക. പക്ഷേ നമ്മുടെ ഓസിന് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് നമ്മളൊരു ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചാണ് കേട്ടോ കട്ട് ചെയ്യണത്. അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് തന്നെ നല്ല വൃത്തിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഓസൊക്കെ നമ്മൾ കറക്റ്റ് അളവിൽ നല്ല ഫിനിഷിങ്ങോടുകൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫിൽറ്ററിലോട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫിൽറ്ററിലോട്ട് സെറ്റ് ചെയ്യാൻ തന്നെ ചിലപ്പോൾ കുറച്ച് ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഓസ് റബ്ബർ ക്വാളിറ്റി മെറ്റീരിയൽ ആയതുകൊണ്ട് അതിൻ്റെ ഹോൾ വികസിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പയ്യെ സാവധാനം കയറ്റി കൊടുത്താൽ മതി. നമ്മൾ ഓവർ പ്രഷറും കൊടുക്കരുത്. കാരണം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഫിൽറ്റർ എപ്പോഴെങ്കിലും പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു സമയമൊക്കെ എടുത്ത് പയ്യെ കയറ്റി കൊടുക്കുക. റബ്ബർ ആയതുകൊണ്ട് തന്നെ ഓസ് കയറിക്കോളൂ കേട്ടോ, കുറച്ച് ടൈം എടുത്താലും. അപ്പോൾ നമ്മൾ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മുടെ ഓസൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിൽറ്ററിൽ ഒരു ആരോ ഉണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മുടെ വണ്ടിയിലോട്ട് സെറ്റ് ചെയ്യാൻ. എന്നാലാണ് പെട്രോളിൻ്റെ ഫ്ലോ കറക്റ്റായിട്ട് നടക്കുള്ളൂ കേട്ടോ. നമ്മൾ ഊരിയ പോലെ തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വാൽവിൻ്റെ അറ്റത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇപ്പുറത്തെ അറ്റം നമ്മൾ അടച്ചു പിടിച്ചേക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ വാൽവ് ലീക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് സൺഡേ ആണ്. അപ്പോൾ ഇന്ന് ഷോപ്പൊന്നും തുറക്കാത്തതുകൊണ്ട് നമ്മളത് അടുത്ത ദിവസത്തേക്കായിട്ട് മാറ്റി വെച്ചാൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ഊരിയ പോലെ തന്നെ കറക്റ്റായിട്ട് തന്നെ തിരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് പക്കയായിട്ട് തന്നെ ഇരിപ്പുണ്ട് സാധനം. നമ്മുടെ ഫിൽറ്ററിൽ പക്കയായിട്ട് തന്നെ പെട്രോൾ ഫിൽറ്ററായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കരിയും കാര്യങ്ങളും വെള്ളത്തുള്ളികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ മാഗ്നറ്റും ഫിൽറ്ററും പിടിച്ചിട്ട് ക്ലീൻ പെട്രോളാണ് നമ്മുടെ കാർബറേറ്ററിലോട്ട് പോകുള്ളൂ. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളിട്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ചെറിയ വീഡിയോ ആണെങ്കിൽ ഉപകാരപ്രദമായി ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. കാരണം ആ സാധനത്തിന് ആകെ വെറും 20-25 രൂപ ചിലവ് വന്നിട്ടുള്ളൂ കേട്ടോ. അത് നല്ലൊരു മാറ്റം തന്നെ നമുക്ക് വണ്ടിയിൽ അത് തോന്നും കേട്ടോ, അത് വെച്ച് ഓടിച്ച് കഴിയുമ്പോഴേക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.